ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു വചനം എടുക്കും. ഭയങ്കര സന്തോഷം തോന്നുന്നു ചക്രങ്ങളെ, ദൈവം കൂടെ ഉണ്ടെന്നൊരു തോന്നലായി. നമുക്കൊരു വചനം എടുക്കും. ദൈവമേ, കൃഷ്ണ ഗുരുവായൂരപ്പ, യേശുപ്പ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നല്ല വാക്കുകളല്ലേ. ഇതിൻ്റെ വിശദമായ ഇത് മത്തായി 5:10 നോക്കിക്കോ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി നിന്നാൽ സ്വർഗരാജ്യം കിട്ടുമെന്നാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും എനിക്ക് തന്ന വചനം നീതിക്ക് വേണ്ടി എന്തായാലും പീഡനമാണേലും നീതിക്ക് വേണ്ടി നിൽക്കണമെന്നാണ് എന്നോട് ദൈവം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ നിൽക്കണമെന്ന്, അങ്ങനെയല്ലേ? അപ്പം ഞാൻ ഇന്ന് ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എടുത്തൊരു വചനമാണ്. അത് നിങ്ങൾക്കും കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചു. സത്യം. എന്നോട് ഈ പിഗ്മെൻറ്റേഷനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. ചക്രകളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതേക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും വന്ന് കണ്ടോണം. പോട്ടെ. ഭയങ്കര പോസിറ്റീവ് എനർജി ആവാഹിച്ചിട്ടാണ് ജോലിക്ക് കയറാൻ പോകുന്നത്. അതിനുമുമ്പ് നിങ്ങളോടും കൂടി പോട്ടെ. അപ്പോൾ ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും വീട് വൃത്തിയാക്കുക, പ്രാർത്ഥിക്കുക, അടുക്കിപ്പെറുക്കി വെക്കുക. നമ്മൾ ഭാഗ്യവതിയാണ്, നമുക്കെല്ലാം ഉണ്ട്. കിട്ടിയതിനൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞ് നല്ല എനർജബിളായി രാവിലെ കുളിക്കുക. നമ്മുടെ എല്ലാ വീട്, എൻ്റെ ഓരോ മുക്കും പോലും നമ്മൾ ഇരിക്കുന്നതില്ല ഒരു ശ്രീകോവിൽ പോലെ പരിശുദ്ധമാക്കി സുന്ദരമാക്കി വെക്കുക. എല്ലാ ഭാഗവും, ബെഡ്റൂമും ഹാളും കിച്ചനും വീടിൻ്റെ പരിസരവും ഒക്കെ നീറ്റാക്കി നമുക്ക് എങ്ങോട്ട് നോക്കിയാലും പോസിറ്റീവ് എനർജി തുളുമ്പണം. ആ രീതി നമ്മളെ വൃത്തിയാക്കുക. നല്ല സുന്ദരിയായിട്ട് ഒരുക്കി, നല്ല നൈറ്റിയൊക്കെ എല്ലാം നല്ല ചെറുതാക്കിയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുക. നല്ല വാക്കുകൾ മാത്രം വായിന്ന് വരിക, നല്ല കാര്യങ്ങൾ കാണുക, ആരുടെ നെഗറ്റീവ് കാണാതിരിക്കുക. നമ്മൾ നെഗറ്റീവാകുന്ന ആളുകൾ, നെഗറ്റീവാക്കുന്ന കുശുമ്പി, അസൂയ, കുനിഷ്ടൊക്കെ ഉള്ളവരോട്ട് ഡിസ്റ്റൻസ് ഇട്ടേക്കുക. അവർ ഉപേക്ഷിച്ചാലും സാരമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് നമുക്ക് ജീവിക്കണം, നമുക്ക് രക്ഷപ്പെടണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ റിച്ചാണ്, നമ്മൾ പണക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ എല്ലാം ഉണ്ട്. നമുക്ക് കിട്ടിയതിനൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് തുടങ്ങുക. സൂപ്പറായിട്ടങ്ങ് പൊക്കോളും കേട്ടെ. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വൈകുന്നേരം വരെ നമ്മൾ ബിസി ആയിട്ടിരിക്കുക. എന്തോ